And Jesus told his disciples, he said, I give you power to heal all kind of sicknesses and power to cast all kind of demons. The third thing that God is restoring is his great unquestionable authority over demonic spirits. യേശു പറഞ്ഞു, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സകല രോഗങ്ങളുടെ മേലും സകല ദുരാത്മാക്കളുടെ മേലും അധികാരം നൽകുന്നു. മൂന്നാമത് ദൈവം പുനഃസ്ഥാപിക്കുവാൻ പോകുന്നത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം ദുരാത്മാക്കളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവസഭയുടെ അധികാരത്തെയാണ്. Our Sunday school kids will be filled with so much power that at the voice of their command, demons will be casted out. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പോലും ആത്മാവിൽ വളരെ ശക്തരായി നിറഞ്ഞ് അവരുടെ ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ ദുരാത്മാക്കൾ ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് വീട്ടുകൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. Jesus said, behold, I give you power and authority to trample on snakes and scorpions and over all the power of the enemy. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. Amen. Amen. You know, the people, the government, the other people, they look at church as weak. മറ്റ് ആളുകൾ, സർക്കാർ, ഇവരെല്ലാം സഭ വളരെ വീക്കാണ്, ബലഹീനരാണ് എന്ന നിലയിലാണ് വീക്ഷിക്കുന്നത്. As minority. ഒരു ന്യൂനപക്ഷമായിട്ടാണ് സഭയെ കാണുന്നത്. I'm here to tell you, we are not minority. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല. The word of God says there are more on our side than on their side. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മോട് കൂടെ അവരോട് കൂടെ ഉള്ളവരിലും അധികം ഉണ്ട്. If the Lord will open your eyes, you will see a great army of angels, the chariots of fire, encamping those who believe in Yahweh. യാഹ്വേ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കുമെങ്കിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന കോടിക്കണക്കിന് ദൂതന്മാരെയും അഗ്നി രഥങ്ങളെയും സ്വർഗത്തിന്റെ സൈന്യ ബലത്തെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. A supernatural bride of Christ, a church filled with the power and authority and dominion is rising in this nation of India. ഒരു പ്രകൃത്യാതീത മണവാട്ടിയായിരിക്കുന്ന ദൈവത്തിന്റെ സഭ ഈ രാജ്യത്ത് എഴുന്നേൽക്കുകയാണ്. Amen. Amen. Undeniable signs. ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത, തള്ളിപ്പറയാൻ കഴിയാത്ത അടയാളങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. For too long we've been arguing with people, debating with the Bible. നമ്മൾ വളരെ കാലമായി വേദപുസ്തകവുമായി ഇങ്ങനെ ചർച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. Open a blind eye, debate stops. നിങ്ങൾ ഒരു കുരുട്ട് കണ്ണിനെ തുറന്നു കഴിയുമ്പോൾ ആ തർക്കങ്ങളെല്ലാം അവസാനിക്കും. Open a deaf ear, debate stops. നിങ്ങൾ ഒരു ചെകിടന്റെ ചെവി തുറക്കുമ്പോൾ ഈ തർക്കങ്ങളെല്ലാം അവസാനിക്കും. Amen. Amen. See, revival is like it's like tremors in the spiritual realm. It's like earthquake that happens. ഉണർവുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ പോലെ, ഭൂമികുലുക്കങ്ങൾ പോലെയാണ്. It's a shaking so that you will come out of your sleep and see the reality of who you are in Christ Jesus. അതൊരു കുലുക്കമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നാം ക്രിസ്തുവിൽ ആര് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ചലനമത്രേ. You are not ordinary people. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. I said you are not ordinary people. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരല്ല. You are the sons of Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. You are the sons and daughters of Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. The heaven moves at your command. സ്വർഗ്ഗം നിങ്ങളുടെ കൽപ്പനയ്ക്ക് പുറകിൽ ചലിക്കുന്നു. Amen. Amen. We've been for long living in a season of knocking. നമ്മൾ ഒരുപാട് കാലമായി ഈ മുട്ടുന്ന ആ ഒരു സീസണിൽ മൂവ് ചെയ്യുകയായിരുന്നു. Of begging. We've been knocking and begging. മുട്ടുകയും യാചിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നമ്മൾ മൂവ് ചെയ്യുകയായിരുന്നു. Because the church has not grown into maturity. സഭ, അതിന്റെ കാരണം സഭ അതിന്റേതായ പക്വതയിലേക്ക് വളരാത്തതിനാൽ. You know, you knock when you don't have the keys. നിങ്ങൾ മുട്ടുവാൻ കാരണം നിങ്ങളുടെ കൈകളിൽ താക്കോലില്ലാത്തതുകൊണ്ടാണ്. Jesus said, I give you the keys of the kingdom of heaven. പക്ഷേ യേശു പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. That means you can put the keys and unlock the door of heaven and release his power and release his anointing and release his glory in the name of Jesus. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അവന്റെ ശക്തിയും അവന്റെ അഭിഷേകവും അവന്റെ അത്ഭുതങ്ങളും റിലീസ് ചെയ്യുവാൻ സാധിക്കും. Say, I have the keys. ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ കൈകളിൽ താക്കോലുണ്ട്. Before
before Jesus told Peter, I will lay the foundation of the church, he gave him the keys. യേശു പത്രോസിനോട് ഞാൻ സഭയുടെ അടിസ്ഥാനം ഇടും എന്ന് പറയുന്നതിന് മുൻപ് അവൻ തനിക്ക് താക്കോലിനെ നൽകി. A church is supposed to walk in the keys. ഒരു ദൈവത്തിന്റെ സഭ ആ താക്കോലുകളിൽ മൂവ് ചെയ്യണം, ചലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. See, the thing is, in the church, we think all the supernatural, all the miracles, it's only for the fivefold. നമ്മൾ വിചാരിക്കുന്നത് അഞ്ചു വിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ മാത്രം ഉദ്ദേശിച്ചാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം വെച്ചിരിക്കുന്നത് എന്നാണ്. Let me say it this way. If it is not for everyone, it is for no one. അത് അത്ഭുതങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലെങ്കിൽ അത് ആർക്കും വേണ്ടിയുള്ളതല്ല. The fivefold ministry is to train every believer to walk like Jesus walked. അഞ്ചുവിധ ശുശ്രൂഷകളുടെ ഉദ്ദേശം എല്ലാ വിശ്വാസികളെയും യേശു നടന്നതുപോലെ ഈ ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. Do you know that Jesus did not come on this earth to show us what God can do? യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാട്ടിത്തരാനല്ല. I mean, like, God walking on water, what's the big deal? ദൈവം വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നത് വലിയ ഒരു സംഭവമല്ല. God multiplying food, what's the big deal? ദൈവം ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുന്നത്, അപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് ഒരു വലിയ സംഭവമല്ല. He did not come on this earth to show us what God can do. He came to show us with what one man anointed with the Holy Spirit can do. യേശു ഭൂമിയിൽ വന്നത് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് കാണിക്കുവാനല്ല. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. That's why Jesus said, as the Father has sent me, I send you. He said, receive the Holy Spirit. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. So Jesus gave you what the Father gave him. He gave you his Spirit. യേശു നമുക്ക് പിതാവ് തനിക്ക് നൽകിയതിനെ തന്നു, അവൻ തന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയത്. Because whatever Jesus did, if he did it as God, I am impressed. യേശു ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ദൈവം എന്ന നിലയിലാണ് ചെയ്തത് എങ്കിൽ ഞാൻ അതിൽ ഇംപ്രസ്ഡ് ആണ്, ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നു. But if he did it as a man anointed with the Holy Spirit, then I'm challenged. പക്ഷേ യേശു അത് ചെയ്തത് പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായ ഒരു മനുഷ്യനായിട്ടാണെങ്കിൽ അത് എനിക്കൊരു വെല്ലുവിളിയാണ്. Jesus said in John 14:12, the works that I do, you shall do also, and greater work than these you shall do. യേശു യോഹന്നാൻ 14:12 പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. Come on, tell your neighbor, say, neighbor, you're called for greater works. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങളെ ദൈവം വലിയ കാര്യങ്ങൾക്കായി വിളിച്ചിരിക്കുന്നു. The world is not looking for a theological debate. ദൈവം ഈ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വേദശാസ്ത്രപരമായ തർക്കത്തിനോ വാദത്തിനോ വേണ്ടിയിട്ടല്ല. The creation is groaning for the manifestation of the sons of God. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. Amen. Amen. You know, I was born in a Hindu Rajput family. ഞാൻ ഒരു ഹിന്ദു രാജ്പുത് ഫാമിലിയിലാണ് ജനിച്ചത്. We have a lot of nice stories. No, lot of nice stories. ഞങ്ങൾക്ക് ഒരുപാട് നല്ല കഥകൾ ഉണ്ട്. If we just tell people stories from the Bible, they don't want it. They have many stories of their own. നമ്മൾ വേദപുസ്തകത്തിലെ കഥകൾ അവരോട് പറഞ്ഞാൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം അതിനേക്കാൾ നല്ല കഥകൾ അവരുടെ കൈകളിലുണ്ട്. Show them your Jesus is alive. നാം ചെയ്യേണ്ടത് നിങ്ങളുടെ യേശു ജീവിക്കുന്നുവെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. Show them that your Jesus still heals. അവർക്ക് കാണിച്ചു കൊടുക്കണം, നമ്മുടെ യേശു ഇപ്പോഴും സൗഖ്യമാക്കുന്നു. Show them that your Jesus has given you power over every kind of demonic spirit, over every kind of devils. അവർക്ക് കാണിച്ചു കൊടുക്കണം, സകല ഭൂതങ്ങളുടെ മേലും സകല പൈശാചിക വ്യാപാരങ്ങളുടെ മേലും അവൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. Today God wants you to wear a jacket of his power and authority in this place. ഇന്ന് ദൈവം നമ്മൾ അവന്റെ ശക്തിയുടെയും അധികാരത്തിന്റെയും ഒരു ജാക്കറ്റ്, ഒരു പുറങ്കുപ്പായം ഇടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. Do you know the devil doesn't understand English?
പിശാചിന് ഇംഗ്ലീഷ് മനസ്സിലാകില്ല. The devil doesn't understand Malayalam. പിശാചിന് മലയാളവും മനസ്സിലാകില്ല. The devil only understands one language. പിശാചിന് ഒരു ഭാഷ മാത്രമേ മനസ്സിലാകൂ. And that is the language of power. അത് ശക്തിയുടെ ഭാഷയാണ്. That's the language of power. അത് ശക്തിയുടെ ഭാഷയാണ്. The Bible says, by the greatness of your power, your enemies will submit themselves to you. വേദപുസ്തകം പറയുന്നു, അങ്ങയുടെ ശക്തിയുടെ ബഹുത്വത്താൽ നിന്റെ ശത്രുക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. We serve the Most High God. നാം സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നു. When His power comes on the scene, അവന്റെ ശക്തി വെളിപ്പെടുമ്പോൾ every other power bows down and leaves. മറ്റ് സകല ശക്തികളും മുട്ടുമടക്കുകയും വിട്ടുപോകുകയും ചെയ്യുന്നു. And you are the containers of His power. നിങ്ങളും ഞാനുമാണ് അവന്റെ ശക്തിയെ വഹിക്കുന്നവർ. Jesus said, you shall receive power when my spirit will come upon you. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Say, I am a container of His power. ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ അവന്റെ ശക്തിയുടെ Say, വാഹകനാണ്. I am a container of His power. ഞാൻ അവന്റെ ശക്തിയുടെ വാഹകനാണ്. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. What God did in South Korea, what God did in Nigeria, God will do in this nation, and greater than that. ദൈവം സൗത്ത് കൊറിയയിൽ ചെയ്തത്, ദൈവം നൈജീരിയയിൽ ചെയ്തത്, ഈ രാജ്യത്ത് അതിലും മഹത്വത്തോടെ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. When I got saved, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ so I went to church. ഞാൻ ദൈവസഭയിലേക്ക് കടന്നുപോയി. I met a believer. ഞാനൊരു വിശ്വാസിയെ He said, are you a Pentecostal? ആ വിശ്വാസി എന്നോട് ചോദിച്ചു, നിങ്ങളൊരു പെന്തക്കോസ്തുകാരനാണോ? I'm thinking, what's that? ഞാൻ വിചാരിച്ചത് അതെന്താണ്. So he said, oh, you must be Baptist. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ബാപ്റ്റിസ്റ്റ് ആയിരിക്കും. I said, I'm not, I don't know. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ചും അറിയില്ല. Catholic. ഓ, കത്തോലിക്കനാണോ? Seventh-day Adventist. സെവൻത് ഡേ Presbyterian. പ്രസ്ബിറ്റേറിയനാണോ? Lutheran. ലൂഥറനാണോ? So I got so confused ഞാൻ ഭയങ്കരമായി കൺഫ്യൂസ്ഡ് because I was a Hindu who got saved. ഞാനൊരു ഹിന്ദു ആയിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു. So I went to the Father. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നു. Jesus said in John 10:27, my sheep hears my voice. യേശു യോഹന്നാൻ 10 പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. So I said, Father, am I a Pentecostal? ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഞാനൊരു പെന്തക്കോസ്തുകാരനോ ബാപ്റ്റിസ്റ്റോ ആണോ? Or a Catholic? Who am I? ഞാനൊരു ബാപ്റ്റിസ്റ്റോ കാത്തലിക്കോ ആണോ? ആരാണ് ഞാൻ? What's my denomination? എന്റെ വിഭാഗം ഏതാണ്? You want to know what he told me? എന്നോട് പിതാവ് എന്ത് പറഞ്ഞു നിങ്ങൾക്ക് അറിയണമോ? He said, you are my son. പിതാവിനോട് പറഞ്ഞു, നീ എന്റെ പുത്രനാണ്. That's your denomination. അതാണ് നിന്റെ. You are my son. നീ എന്റെ പുത്രനാണ്. The Bible says, as many as received him, to them he gave the right to become the sons of God. വേദപുസ്തകം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. All the sisters here, you are a son of God. ഇവിടെ ആയിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളും ദൈവത്തിന്റെ ഒരു പുത്രനാണ്. Sonship is not about gender, it's about a position. പുത്രത്വം എന്നത് ഒരു ലിംഗ അടിസ്ഥാനത്തിലുള്ളതല്ല, അത് നിങ്ങളുടെ സ്ഥാനത്തെ കുറിക്കുന്നതാണ്. Let me say that again. All the sisters here are sons of God, like all the men here are the bride of Christ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരിമാരും ദൈവത്തിന്റെ പുത്രനാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പുരുഷന്മാരും കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്നത് പോലെ തന്നെ. Because the Son of God gave you his place, so when you stand in the place of the Son of God, you are a son. ദൈവത്തിന്റെ പുത്രൻ അവന്റെ സ്ഥാനം നമുക്ക് നൽകി, നാം അവന്റെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുമ്പോൾ നിങ്ങളും ഒരു പുത്രനാണ്. Amen. ആമേൻ. When I got saved, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ I'm a very new believer. ഞാനൊരു വളരെ പുതിയ വിശ്വാസിയായിരുന്നു. But can I tell you, the authority is not new and old. Jesus gave you his authority. ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികാരം എന്ന് പറയുന്നത് പഴയ വിശ്വാസി പുതിയ വിശ്വാസി എന്നതിനെ ആശ്രയിച്ചിട്ടല്ല, യേശു തന്റെ അധികാരത്തെ നിങ്ങൾക്ക് നൽകി. So a family called me. ഒരു കുടുംബം എന്നെ വിളിച്ചു. There was a man who had demons for 22 years. അതിലൊരു മനുഷ്യനുണ്ടായിരുന്നു, 22 വർഷമായി അയാൾ ഭൂതബാധിതനായിരുന്നു. And he used to challenge, who can cast me out? If there is nobody who can cast me out. ആ ദുരാത്മാവ് ഇങ്ങനെ വെല്ലുവിളിക്കുമായിരുന്നു, ആർക്ക് എന്നെ പുറത്താക്കാൻ കഴിയും, എന്നെ പുറത്താക്കാൻ കഴിയുന്ന ആരും തന്നെ ഇല്ല. So many witch doctors, many tantrics, they went there and they came out of his house naked and with blood all over their body.
ഒരുപാട് മന്ത്രവാദികളും തന്ത്രികളും ഒക്കെ ഈ ഭൂതത്തെ പുറത്താക്കുവാനായിട്ട് കടന്നു ചെന്നു. അവരെല്ലാം നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ് ഉണ്ടായത്. And I was 21 years old. ഞാൻ ആ സമയം 21 വയസ്സ് മാത്രം പ്രായമുള്ള ആളായിരുന്നു. Very skinny. വളരെ മെലിഞ്ഞായിരുന്നു. And as we went to this room where this man was, ഈ മനുഷ്യനായിരിക്കുന്ന റൂമിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ me and there was one more brother with me. ഞാനും എന്റെ കൂടെ മറ്റൊരു സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. He started to scream. ഈ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി. I know who you are. I know who you are. എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. And that time I was very new believer. ആ സമയത്ത് ഞാൻ വളരെ പുതിയൊരു വിശ്വാസിയായിരുന്നു. So I was growing in faith. ഞാൻ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന So സമയമായിരുന്നു. I said, okay, who are we? I said, who are we? ഞാൻ പറഞ്ഞു അത് ശരി, നിങ്ങൾ He said, you are the sons of Most High God. ഞാൻ ചോദിച്ചു അത് ശരി, ആരാണ് ഞങ്ങൾ? അപ്പോൾ ആ ദുരാത്മാവ് പറഞ്ഞു, നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. And my faith that was here, it went here. I said, now you know why we have come. എന്റെ വിശ്വാസം വളരെ താഴെയായിരുന്നു, അത് പെട്ടെന്ന് വളരെ ഉയരത്തിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന്. And that man was lame for 22 years. As the demon was casted out, he walked after 22 years. The entire family received Jesus, and today they have a church in that place. ആ മനുഷ്യൻ 22 വർഷമായി മുടന്തനായിരുന്നു. ആ ദുരാത്മാക്കൾ അവനെ വിട്ടുപോയ നിമിഷത്തിൽ തന്നെ ആ മനുഷ്യൻ നടക്കുവാൻ ആരംഭിച്ചു. ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവർ ഒരു ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നു, ഒരു ദൈവസഭയിൽ പ്രവർത്തിക്കുന്നു. The world is not looking for theology. The world is looking for the power that will set them free from their afflictions. ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് വേദശാസ്ത്രത്തിന് വേണ്ടിയിട്ടല്ല, പകരം അവരുടെ ഭാരങ്ങളിൽ നിന്നും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും അവരെ വിടുവിക്കുന്ന ദൈവശക്തിക്കായിട്ടാണ് ലോകം കാത്തുകൊണ്ടിരിക്കുന്നത്. The Bible doesn't say creation is groaning for Pentecostals. വേദപുസ്തകം പറയുന്നത് സൃഷ്ടി പെന്തക്കോസ്തുകാരുടെ വെളിപ്പാടിനായി കാത്തുകൊണ്ടിരിക്കുന്നുവെന്നല്ല. The creation is groaning for Baptists. വേദപുസ്തകം പറയുന്നത് സൃഷ്ടി ബാപ്റ്റിസ്റ്റുകാർക്കായി കാത്തിരിക്കുന്നുവെന്നല്ല. Creation is groaning for the manifestation of the sons of God who will redeem this earth from corruption. സൃഷ്ടി കാത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടിയിട്ടാണ്. ആ ദൈവത്തിന്റെ പുത്രന്മാരിലൂടെ സൃഷ്ടി അതിന്റെ മായയിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. And what God told Apostle John, he's telling you today, come up higher, come up from the place where you will walk in my power and in my authority. ദൈവം യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞത് ഇന്ന് അവൻ നമ്മോട് പറയുകയാണ്, ഇവിടെ കയറി വരിക, എന്റെ ശക്തിയുടെയും അധികാരത്തിന്റെയും സ്ഥലത്തേക്ക് കയറി വരിക. This revival is a sign that God is taking his church higher. ഈ ഉണർവ് അടയാളമാണ്, ദൈവം തന്റെ സഭയെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. We will not operate from a natural realm. നമ്മൾ ഒരു സാധാരണ തലത്തിൽ നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുവാൻ പോകുന്നത്. We will not operate from a natural mentality. നമ്മൾ ഒരു സാധാരണ മനോഭാവത്തിലല്ല പ്രവർത്തിക്കുവാൻ പോകുന്നത്. But we will operate from the kingdom realm. നമ്മൾ ദൈവ രാജ്യത്തിന്റെ മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുവാൻ പോകുന്നത്. Amen. Amen. Hallelujah. Hallelujah. Mature sons are rising. പക്വതയുള്ള പുത്രന്മാർ എഴുന്നേൽക്കുകയാണ്. That's what the Father desires. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. That's what he desires. അതാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. I believe this revival will start a move in India where sons will start to mature and walk in their God-given place. ഞാൻ വിശ്വസിക്കുന്ന ഈ ഉണർവ് ഒരു ആരംഭമാണ്. പുത്രന്മാർ അവരുടെ പക്വതയിലേക്ക് വളർന്ന് ദൈവം അവർക്കായി നൽകിയിരിക്കുന്ന സ്ഥാനത്ത് ചലിക്കുന്ന ഒരു വലിയ ചലനമായി രാജ്യം മുഴുവൻ ഈ മൂവ്, ഈ റിവൈവൽ മാറാൻ പോകുകയാണ്. When the sons will take their rightful place, പുത്രന്മാർ അവർക്ക് അവകാശപ്പെട്ടതായ സ്ഥാനത്തെ ഏറ്റെടുക്കുമ്പോൾ. Are you ready? The church will even command the beggarly elements of this earth. The Bible says the sons of God will have dominion over the natural elements. ദൈവത്തിന്റെ പുത്രന്മാരുടെ സ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള ദരിദ്രമായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങളുടെ മേൽ പോലും അവർക്ക് അധികാരം ലഭിക്കാൻ പോകുകയാണ്. ഈ ഭൂമിയുടെ സ്വാഭാവിക ക്രമത്തിന്റെ മേൽ പോലും ദൈവപുത്രന്മാർ അധികാരമെടുക്കാൻ പോകുകയാണ്. The government is not the answer for the world. ഈ ലോകത്തിലുള്ള ഉത്തരം ഏതോ സർക്കാരല്ല. The church of Lord Jesus Christ of Nazareth is the answer for this dying world. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനുള്ള ഉത്തരം ദൈവത്തിന്റെ ജീവിക്കുന്ന സഭയാകുന്നു.
Amen. Amen. Recently, there was so much pollution in Delhi. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ വളരെ വലിയ മലിനീകരണം ഉണ്ടായിരുന്നു. It became the world's most polluted city. ലോകത്തിലേക്കും ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള പട്ടണമായി ഡൽഹി മാറി. The device for measuring pollution, AQI meter, they just made it for 3 digits, 999. It crossed more than 1,000. AQI എന്ന് പറയുന്ന മലിനീകരണത്തെ അളക്കുന്ന യന്ത്രം ഏതാണ്ട് 999 എന്ന 3 ഡിജിറ്റുകളിലാണ് അതിനെ അളക്കുവാനായി ക്രമീകരിച്ചിരുന്നത്. അതിന്റെ അളവിന്റെ പരിധികൾ ലംഘിച്ചത് 1000 അപ്പുറത്തേക്ക് പോയി. And the government, it became so bad that kids were dying, breathing problems. വളരെ രൂക്ഷമായി തീർന്ന കാരണത്താൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ നിമിത്തം കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. It was smoke all over. You could feel it in your lungs. എല്ലായിടത്തും പുക നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായിരുന്നു. നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുമായിരുന്നു. So the government thought that we will do an artificial rain and it will cost us 350 crores. സർക്കാർ തീരുമാനിച്ചു നമ്മൾ ഒരു കൃത്രിമ മഴ പെയ്യിക്കാം, പക്ഷേ അതിന് ഏതാണ്ട് 350 കോടി രൂപയോളം ചെലവ് വരും. And I was sitting in my room and the Lord began to speak to me and he said, "Son, is the government answer?" ഞാൻ എന്റെ മുറിയിലിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, മകനെ, ഈ സർക്കാരാണോ ഉത്തരം? I said, "Father, I don't understand what you're saying." ഞാൻ പറഞ്ഞു, പിതാവേ, അങ്ങ് എന്താണ് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. He said, "Go and command rains to come." കർത്താവിനോട് പറഞ്ഞു, പോയി മഴ വരുന്നതിനായി കൽപ്പിക്കുക. So all my leaders are the evidence. I went to my leadership group and I said, wherever you are, come out of your room. We're going to command rain to come. എന്റെ ലീഡേഴ്സ് ഇതിന്റെ സാക്ഷികളാണ്. ഞാൻ ഞങ്ങളുടെ ലീഡർഷിപ്പ് ഗ്രൂപ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങൾ പുറത്തേക്ക് വരിക, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് മഴ പെയ്യുന്നതിനായി കൽപ്പിക്കുവാൻ പോകുകയാണ്. I came to my balcony, began to pray. In 5 minutes, it started to rain. ഞാൻ എന്റെ ബാൽക്കണിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 5 മിനിറ്റിനകം മഴ പെയ്യുവാൻ ആരംഭിച്ചു. And it rained and it rained and it rained. All the pollution came down and the government said, we don't need artificial rain anymore. മഴ പെയ്തുകൊണ്ടേയിരുന്നു, അത് തുടർന്നും പെയ്തുകൊണ്ടേയിരുന്നു. ആമേൻ. അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് താഴ്ന്നു വന്നു. സർക്കാർ പറഞ്ഞു, ഇനി ഒരു കൃത്രിമ മഴയുടെ ആവശ്യമില്ല. It's not about a man of God. അത് ആമേൻ, ആ ദൈവ മനുഷ്യന്റെ പ്രത്യേകതയല്ല. It's about a son of God walking in its authority. അത് ഒരു ദൈവത്തിന്റെ പുത്രൻ തന്റെ അധികാരത്തിൽ നടക്കുന്നതിന്റെ പ്രത്യേകതയാണ് കാണിക്കുന്നത്. Amen. ആമേൻ. And each one of you here who believe in Lord Jesus Christ is a son of God. ഇവിടെ ആയിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രനാണ്. And God has given you authority. ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. God has given you authority. ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. You know, like Pastor Anish was saying, the Lord showed me a place where he said build a church, and we were building a church and the government came and started to demolish a building. പാസ്റ്റർ അനീഷ് പറഞ്ഞതുപോലെ ദൈവം എന്നെ ഒരു സ്ഥലം കാണിച്ചു തന്നു. ഞങ്ങൾ അവിടെ ഒരു സഭാ ഹോൾ പണിയാൻ ആരംഭിച്ചപ്പോൾ സർക്കാർ കടന്നു വന്ന് ആ ഹോളിന്റെ പണിയെ തടസ്സപ്പെടുത്തുകയും ആ ഹോളിന്റെ അതുവരെയുള്ള നിർമ്മിതിയെ തകർത്തു കളയുകയും ചെയ്തു. If they can show that video, they brought in their bulldozers and they started to demolish the church that we were constructing. അവർ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ആ ചർച്ചിന്റെ അതുവരെ നിർമ്മിച്ചിരുന്ന സ്ട്രക്ചർ തകർക്കുവാൻ ആരംഭിച്ചു. And they said, you cannot have church in this place. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും സഭ നടത്തുവാൻ സാധിക്കില്ല. And I said, Lord, what should I do? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? See, if you're a son, നിങ്ങൾ ഒരു പുത്രനാണ്. Jesus said a son by himself can do nothing. യേശു പറഞ്ഞു, ഒരു പുത്രന് തന്നിൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. He said, whatever he sees, whatever he hears the Father, he does the same things. അവൻ പിതാവിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അതുപോലെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. And the Father let me just get up more in the morning and pray in tongues. എന്നോട് പിതാവായ ദൈവം പറഞ്ഞു, നീ രാവിലെ എഴുന്നേറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. So I just got up in the morning, began to pray in the Spirit. ഞാൻ പ്രഭാതത്തിൽ ഉണർന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. And in front of me I saw a letter suspended from that government department. എന്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ എഴുതിയതായി കണ്ടു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡഡ് എന്ന ഒരു വാക്ക് എന്റെ മുൻപിൽ എഴുതിയതായി കണ്ടു. And I saw a hand with a pen and the hand started to write. എന്റെ മുൻപിൽ ഒരു കരം ഒരു പേനയുമായി വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. ആ കരം എഴുതുവാൻ ആരംഭിച്ചു. And he wrote, no further action shall be taken. I am putting it on hold, full stop.
ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. ഇനി ഇതിന്റെ മേൽ യാതൊരു നടപടിയും എടുക്കുവാൻ പാടില്ല. ഞാൻ ഇതിനെ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പൂർണ്ണ വിരാമം ഇട്ടു. So I called all my leaders. I said, we will have church in this place because the heaven has decreed it. ഞാൻ എന്റെ ലീഡേഴ്സിനെ വിളിച്ചു പറഞ്ഞു, ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് സഭയുണ്ടാകാൻ പോകുകയാണ്. കാരണം സ്വർഗം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. They said, how? അവരെന്നോട് ചോദിച്ചു, എങ്ങനെ? I said, I don't know. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. But the Father says. പക്ഷെ പിതാവ് പറയുന്നു. And today we have the church in the very same place. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളുടെ സഭ പ്രവർത്തിക്കുന്നത്. As a son of God, you are the gate between heaven and earth. ഒരു ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ സ്വർഗ്ഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള കവാടമാണ് നിങ്ങൾ. Jesus didn't say whatsoever I will allow. He said whatsoever you will allow, the heaven allows it, and whatsoever you will forbid, the heaven forbids it. കർത്താവ് പറഞ്ഞത്, ഞാൻ അനുവദിക്കുന്നത് ഭൂമിയിൽ അനുവദിക്കപ്പെടുമെന്നല്ല. നിങ്ങൾ എന്തിനെ അനുവദിക്കുമോ അത് ഭൂമിയിൽ അനുവദിക്കപ്പെടും. നിങ്ങൾ എന്തിനെ വിട്ടുകളയുമോ അത് ഞാൻ വിട്ടുകളയും, സ്വർഗവും വിട്ടുകളയും. Delhi was known as the rape capital of India. When was the last time you heard there was a rape in Delhi? ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബലാത്സംഗ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ എന്നാണ് നിങ്ങൾ ഡൽഹിയിൽ ഒരു ബലാത്സംഗത്തെ കുറിച്ച് വാർത്ത കേട്ടത്? The sons of God taking their rightful place. പുത്രന്മാർ അവരുടെ ദൈവദത്തമായ പൊസിഷനുകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ, one man, Paul, who's a son of God, goes to Ephesians and people are throwing their objects of witchcraft. There is a revival in a city. One son of God is enough to turn one city around. ഒരു ദൈവത്തിന്റെ പുത്രൻ പൗലോസ് എഫേസ്യ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ അവർ അവരുടെ മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ഉപകരണങ്ങൾ എറിഞ്ഞു കളയുവാനിടയായി. ഒരു ദൈവത്തിന്റെ പുത്രന് ഒരു പട്ടണത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി തിരിക്കുവാൻ സാധിക്കും. Don't complain, oh there are so many witch doctors in my area. What are you doing in that place? Take your rightful place. ഞങ്ങളുടെ പ്രദേശത്ത് ഒരുപാട് മന്ത്രവാദികളുണ്ട് എന്ന് നിങ്ങൾ പരാതിപ്പെടരുത്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥാനത്തെ ഏറ്റെടുക്കുക. Do you know, as you stand in your rightful place, they won't be able to communicate with the demons. Their communication devices are broken in Jesus' name. നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനത്തേക്ക് കയറി നിൽക്കുമ്പോൾ ഈ മന്ത്രവാദികൾക്ക് ദുരാത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ കഴിയുകയില്ല. അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറാകുവാനിടയാകും. In my village, they will bang drums, and my mom was one of them, and demons come and possess a person. എന്റെ ഗ്രാമത്തിൽ അവർ ചെണ്ട പോലെയുള്ള ഒരു ഉപകരണം ഇങ്ങനെ കൊട്ടുകയും പെട്ടെന്ന് ദുരാത്മാക്കൾ വന്ന വ്യക്തികളെ ആവേശിക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ മാതാവും അതിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. When I got saved, there was a huge persecution. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് വലിയ ഉപദ്രവം ഉണ്ടായിരുന്നു. They said, you have gone to a false god. നീ ഒരു തെറ്റായ ദൈവത്തിലേക്ക് പോയി എന്നവർ എന്നോട് പറഞ്ഞു. I said, you call your gods, and if they say that Jesus is not true God, I am going to leave Jesus. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവങ്ങളെ വിളിക്കുക. അവർ യേശുക്രിസ്തു സത്യദൈവം എന്ന് ഏറ്റുപറയുന്നില്ലെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. And they started to bang drums. അവർ അവരുടെ ആ ചെണ്ട പോലെയുള്ള ഉപകരണം കൊട്ടുവാൻ ആരംഭിച്ചു. 10 minutes, 10 minutes, 20 minutes, 20 minutes, 30 minutes, 30 minutes, 40 minutes. 40 minutes. Nobody came because Jesus Christ is the name above every name. ഒരാത്മാവും അവിടെ കടന്നു വന്നില്ല, ഒരാത്മാവും പ്രവർത്തിച്ചില്ല. കാരണം യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമത്രേ. He said all power, not some power, all power in heaven and earth has been given to me. Now you go. അവൻ പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ചില അധികാരങ്ങൾ എന്നല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. Say, I'm a vessel of his power. ചേർത്ത് പറഞ്ഞാണ്, ഞാൻ അവന്റെ ശക്തിയെ വഹിക്കുന്ന പാത്രമാകുന്നു. Say, I'm a vessel of his power. ഞാൻ അവന്റെ ശക്തിയുടെ പാത്രമാകുന്നു. Amen. ആമേൻ. The power of God is already in your spirit man. We just have to learn how to release it. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതിനെ എങ്ങനെ റിലീസ് ചെയ്യണം, എങ്ങനെ തുറന്നു വിടണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. You can see that they came and they demolished. They were demolishing part. നിങ്ങൾക്ക് കാണുവാൻ കഴിയും, അവർ വന്ന് ജെസിബികൾ ഉപയോഗിച്ച് ഞങ്ങൾ പണിത സ്ട്രക്ചർ തകർത്ത് കളയുന്നത്. And they said, tomorrow we are coming and we will make your church building ground zero.
അവർ പറഞ്ഞു നാളെ ഞങ്ങൾ വരും, ഞങ്ങൾ നിങ്ങളുടെ കെട്ടിടത്തെ അത് തറന്ന് നിലപരിശാക്കുന്ന രീതിയിൽ തകർത്ത് കളയും. But they never came back. പക്ഷെ അവർ വീണ്ടും മടങ്ങി വന്നതേ. Because in the book of Revelation it says Jesus Christ is the king above all the kings of this world. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു യേശു ക്രിസ്തു സകല ഭൂരാജാക്കന്മാർക്കും മീതെ രാജാവാകുന്നു. Amen. ആമേൻ. The sons of God have to rise up. ദൈവത്തിന്റെ പുത്രന്മാർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. The sons of God have to rise up. ദൈവത്തിന്റെ പുത്രന്മാർ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. Recently what we are witnessing, and I knew God told me this is not for your church, this is for the entire church of India. ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇത് നിന്റെ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ഇന്ത്യൻ സഭയെ ആകമാനം ഉദ്ദേശിച്ചുള്ളതാണ്. Not just healings, സൗഖ്യങ്ങൾ മാത്രമല്ല, body organs being created. ആമേൻ. ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ നടക്കുവാൻ ആരംഭിച്ചു. A woman, she had no eye, so the doctors put a plastic eye. ഒരു സഹോദരി ഉണ്ടായിരുന്നു, ആ സഹോദരിക്ക് കണ്ണ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ കണ്ണിന്റെ സ്ഥാനത്ത് ഡോക്ടർമാർ ഒരു പ്ലാസ്റ്റിക് കണ്ണ് ഫിറ്റ് ചെയ്തു. She came to the church, just sat in the presence of God. That plastic eye the retina began to form in a plastic eye. ആ സഹോദരി വന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ പ്ലാസ്റ്റിക് കണ്ണിനകത്ത് റെറ്റിന സൃഷ്ടിക്കപ്പെടുവാൻ തുടങ്ങി. And she started to see from that plastic eye. ആ സഹോദരി ആ പ്ലാസ്റ്റിക് ഐയിലൂടെ കാണുവാൻ ആരംഭിച്ചു. I'll show you the picture of, if they have, the team can put the picture. And she went to the doctor, they scanned her, they said, which plastic eye? You have a real eye. അവർ ഡോക്ടർമാർ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഏത് പ്ലാസ്റ്റിക് കണ്ണ്? ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഒറിജിനൽ കണ്ണാണ്. Amen. Amen. The one who spoke and billions of galaxies were created and trillions of stars were created. It's no big deal for him to put a new eyeball in somebody. It is no big deal for him to put a brand new kidney in someone. It is no big deal for him to recreate a new heart. And the Lord is taking church to that realm of power and authority and glory. ഒറ്റ വാക്കുകൊണ്ട് കോടിക്കണക്കിന് നക്ഷത്രഗോളങ്ങളെയും കോടിക്കണക്കിന് പ്രപഞ്ച സംവിധാനങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ച് ഒരു കണ്ണ് സൃഷ്ടിക്കുന്നതോ ഒരു കിഡ്നിയെ സൃഷ്ടിക്കുന്നതോ ഒരു വലിയ കാര്യമല്ല. ദൈവം തന്റെ സഭയെ ആ തലത്തിലേക്ക് ദിവസങ്ങളിൽ ഉയർത്തുവാൻ പോകുകയാണ്. Amen. ആമേൻ. It's not about a ministry. അത് മിനിസ്ട്രിയെ സംബന്ധിക്കുന്നതല്ല. It's not about a church. ഒരു സഭയെ സംബന്ധിക്കുന്നതുമല്ല. In the end, every ministry is to raise the sons of God to maturity. ആമേൻ, ആമേൻ. എല്ലാ മിനിസ്ട്രികളുടെയും ആത്യന്തികമാകുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. Recently God gave me a word that that he is creating an ovary which was taken out by surgery. കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് ഒരു വേർഡ് ഓഫ് നോളജ് നൽകി. ദൈവം ഒരു ഓവറി എടുത്തു കളഞ്ഞ ഒരു ഓവറി സൃഷ്ടിക്കുന്നു. So there is a girl in our church, Swati, her ovary was taken. ഞങ്ങളുടെ സഭയിൽ സ്വാതി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് ഓവറീസ് എടുത്തു കളഞ്ഞതാണ്. And the second ovary was enlarged and doctor said we have to take it too and you will never be a mom. ഒരു ഓവറി എടുത്തു കളഞ്ഞു, രണ്ടാമത്തെ ഓവറി ആമേൻ എൻലാർജ് ആയിരിക്കുകയായിരുന്നു, അതും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. When she came to church it was all white. ആ സഹോദരി സഭയിൽ കടന്നു വന്നപ്പോൾ അതെല്ലാം വൈറ്റ് ആയിരുന്നു. ആ കണ്ട ഭാഗങ്ങളെല്ലാം I met a believer and he said, really? ഞാനൊരു വിശ്വാസം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ശരിക്കും? I said, why are you so amazed? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആശ്ചര്യപ്പെടുന്നത്? Don't we serve the same God who parted the Red Sea? Don't we serve the same God who shut the mouth of lions in the den? Don't we serve the same God who created the stars? What's the big deal for him to recreate a new body organ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ആശ്ചര്യപ്പെടുന്നത്? ചെങ്കടലിനെ പിളർന്ന അതേ ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്? അവൻ നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ച അതേ ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്? ആ ദൈവത്തിന് ഒരു കണ്ണ് സൃഷ്ടിക്കുന്നത് വലിയ കാര്യമാണോ? In Azusa Street Revival, people will go who had no limbs and they will come out after 10 days with new limbs. അസൂസ ഉണർവിലേക്ക് കൈകളോ കാലുകളോ ഒക്കെ ഇല്ലാതെ കടന്നു പോകുന്ന പല ആളുകളും പല ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ അവർക്കില്ലാതിരുന്ന കൈകളും കാലുകളും അതേ സ്വസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ട നിലയിലായിരുന്നു കടന്നു വന്നിരുന്നത്. He is the same yesterday, today and forever. The God of Azusa Street Revival is the God that I serve.
യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാകുന്നു. ആമേൻ. അസൂസ സ്ട്രീറ്റിലെ ദൈവത്തെ തന്നെയാണ് ഞാനും സേവിക്കുന്നത്. He's the same God who can make a metal float on water. അതേ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആമേൻ. ലോഹത്തെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുമാറാക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. He hasn't changed. അവന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. And the last Sunday, one more girl came. She said, I heard the prophetic word, kept meditating it. Her ovary was taken in 2015, went to the doctor, came with the report, brand new ovary. വേറൊരു സഹോദരി കഴിഞ്ഞ ഞായറാഴ്ച കടന്നു വന്നു. അവർ പറഞ്ഞു, ഞാനും ഈ പ്രാവചനിക ശബ്ദത്തെ കേട്ടു, ഞാൻ അത് ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നു. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഓവറികളും എടുത്തു കളഞ്ഞതാണ്, എന്നാൽ ഇപ്പോൾ എന്റെ ശരീരത്തിൽ സൂപ്പർ നാച്ചുറലായി ഓവറികൾ സൃഷ്ടിക്കപ്പെട്ടു. Holy Spirit is saying, come up higher, take your rightful place as a son of God. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെ കയറി വരിക, ഒരു പുത്രൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ സ്ഥാനത്തെ ഏറ്റെടുക്കുക. Sons of God don't beg, they command. ദൈവത്തിന്റെ പുത്രന്മാർ യാചിക്കുകയല്ല, അവർ കൽപ്പിക്കുന്നവരാണ്. I said sons of God don't beg, they command with authority. പുത്രന്മാർ യാചിക്കുന്നവരല്ല, അവർ അധികാരത്തോടെ കൽപ്പിക്കുന്നവരാണ്. Amen. ആമേൻ. My father-in-law was diagnosed with 4th stage cancer. എന്റെ പിതാവ് 4th stage ക്യാൻസറിനാൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു. We took him to the doctors. The doctors checked him, said he has 3 months to live. ഞങ്ങൾ അദ്ദേഹത്തെ ഡോക്ടറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന് 3 മാസം കൂടെ ഇനി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. They said, take him home. There's nothing else we can do. അദ്ദേഹത്തെ നിങ്ങൾ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോവുക, ഇനി ഞങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് So I went ചെയ്യുവാനായിട്ടില്ല. in my room, I knelt down, I said, Father, what do you say? ഞാൻ എന്റെ മുറിയിൽ ചെന്ന് മുട്ടുമടക്കി ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ അങ്ങെന്ത് പറയുന്നു? And I saw this huge angel just stood before me. ഞാൻ പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരു വലിയ ദൂതൻ നിൽക്കുന്നത് കണ്ടു. And he kept staring at me. I thought he's going to give a message. ആ ദൂതൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ച ദൂതൻ എനിക്ക് എന്തോ സന്ദേശം തരാൻ പോകുകയാണ്. Just kept staring as if he's waiting. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്, എന്നെ വെയിറ്റ് ചെയ്യുന്നത് പോലെ. I said, Holy Spirit, what should I do? ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഞാൻ എന്ത് ചെയ്യണം? Holy Spirit said, send him to fight for Narayan's life. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവനെ നാരായണന്റെ ജീവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അയക്കുക. Narayan is my father-in-law's name. നാരായൺ എന്നത് എന്റെ പിതാവിന്റെ പേരാണ്. I said, I don't know how to send him. ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അവനെ ദൂതനെ എങ്ങനെ അയക്കണമെന്ന് എനിക്കറിയില്ല. And he gave me a scripture and he said, declare that. കർത്താവ് എനിക്കൊരു വചനം നൽകി, എന്നോട് പറഞ്ഞു, ആ വചനത്തെ പ്രഖ്യാപിക്കുക. And as I spoke that word, ഞാൻ ആ വചനം പ്രഖ്യാപിച്ച മാത്രയിൽ he left the room. ആ ദൂതൻ പെട്ടെന്ന് എന്റെ മുറിയിൽ നിന്ന് പുറപ്പെട്ടു. Next week we went to the hospital to get the PET scan done. അടുത്ത ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെറ്റ് സ്കാൻ എടുക്കുന്നതിനായി പോയി. The doctor called me after 2-3 days and said, come quickly to my office, I want to talk to you. ഡോക്ടർ 2-3 ദിവസത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം എന്റെ ഓഫീസിലേക്ക് വരിക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്. I went to the doctor's office. ഞാൻ ഡോക്ടറുടെ ഓഫീസിലേക്ക് പോയി. He said, in 40 years of my career I have never seen a miracle like this. ഡോക്ടർ പറഞ്ഞു, എന്റെ 40 വർഷത്തെ കരിയറിൽ ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. He said, there is no trace of cancer in your father-in-law's body. He is absolutely healed. ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യാപിതാവിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു കണിക പോലും ഇല്ല, അദ്ദേഹം പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു. There are angels waiting for your command. നിങ്ങളുടെ കൽപ്പനകൾക്ക് കാത്തുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ ഉണ്ട്. They are not our servants. അവർ നമ്മുടെ ദൂതന്മാർ. They are God's servants. അവർ നമ്മുടെ ദാസന്മാരല്ല, അവർ ദൈവത്തിന്റെ ദാസന്മാർ. And they don't go because we say, we order them. നമ്മൾ അവരോട് കൽപ്പിക്കുന്നത് കൊണ്ടല്ല അവർ പുറപ്പെടുന്നത്. So I told the Lord, I said, Lord, I would not believe this experience if I will not find it in the word of God. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ അനുഭവത്തെ എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുകയില്ല. And he took me to Psalm 103 verse 20 where it says, bless the Lord, you his angels, O mighty one who excel in strength, who do the word by the utterance of his word, or by speaking the word of God, the angels are activated. നമ്മളുടെ സങ്കീർത്തനത്തിൽ നിന്നൊരു വചനം എനിക്ക് കർത്താവ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നമ്മുടെ വായിലെ വചനത്താലാണ് ദൂതന്മാർ പ്രവർത്തിക്കുന്നത്. The angels are waiting. So many angels are unemployed in Christians' houses. പല ക്രിസ്തീയ ഭവനങ്ങളിലും ഒരുപാട് ദൂതന്മാർ യാതൊരു ജോലിയുമില്ലാതെ ആയിരിക്കുന്നു. There is a bigger unemployment crisis with angels than in India.
ഇന്ത്യയിലുള്ളതിനേക്കാൾ വലിയ ഒരു തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ട് ദൂതന്മാർ നേരിടുകയാണ്. Because the mouth of believers is shut. കാരണം വിശ്വാസികളുടെ അധരങ്ങൾ അടഞ്ഞിരിക്കുന്നു. You cannot see victory with a shut mouth. God says, fill your mouth with my word and you will release my angels. നിങ്ങൾക്കൊരു അടഞ്ഞ വായിലൂടെ വിടുതലുകൾ വരുന്നത് കാണുവാൻ കഴിയില്ല. ദൈവം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ അധരം എന്റെ വചനങ്ങൾ കൊണ്ട് നിറയ്ക്കുക. Let me give you a key that every believer can walk in supernatural. Not some, but everyone. ഞാനൊരു താക്കോൽ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. എല്ലാ വിശ്വാസികൾക്കും, ചില ആളുകൾക്കല്ല, എല്ലാ വിശ്വാസികൾക്കും ആമേൻ പ്രകൃത്യാതീത മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. The word of God in your mouth and the spirit of God upon you is the secret. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നാവിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലും എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. Isaiah 51:16, God says, I will put my words in your mouth and I will cover you with the shadow of my hand so that I can plant the heavens. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:14 കാണുന്നു, എന്റെ വചനം ഞാൻ നിങ്ങളുടെ നാവിൽ വെക്കും, എന്റെ നിഴൽ കൊണ്ട് ഞാൻ നിങ്ങളെ മറയ്ക്കും. Declaring the word of God in your room is the most supernatural thing you can do. നിങ്ങളുടെ മുറിയിൽ ദൈവത്തിന്റെ വചനത്തെ പ്രഖ്യാപിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രകൃത്യാതീതമാകുന്ന പ്രവൃത്തി. But what are believers doing? They're begging, oh God please, oh God please. We have to act like a son. Jesus as a son told devil, it is written. അതിനു പകരം നമ്മൾ ചെയ്യുന്നത് ദൈവത്തോട് യാചിക്കുകയാണ്, കർത്താവേ ദയവായി സഹായിക്കണമേ. പക്ഷെ നമ്മൾ ഈ സമയം മുതൽ പുത്രന്മാരെന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കണം. യേശു ചെയ്തതുപോലെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. One more thing the Lord told me that will happen through this revival and it will become very common is a massive wealth transfer. ഈ ഉണർവിൽ സംഭവിക്കാൻ പോകുന്നതായി കർത്താവിനോട് പറഞ്ഞത്, ആമേൻ, വലിയ ആമേൻ സമ്പത്തിന്റെ കൈമാറ്റം, സമ്പത്തിന്റെ ട്രാൻസ്ഫർ സംഭവിക്കാൻ പോകുന്നു. A time is coming where churches will go and buy land, build their own buildings. ഒരു സമയം വരാൻ പോകുന്നു, സഭകൾ ചെന്ന് അവരുടെ സ്വന്തം ഭൂമികൾ വാങ്ങി സ്വന്തമായ കെട്ടിടങ്ങൾ പണിയത്തക്ക ക്രമത്തിലുള്ള ഒരു സമയം കടന്നു വരാൻ പോകുന്നു. If you are a pastor in this place, I want to tell you, you are going to your own land, you are going to your own building in the name of Jesus. നിങ്ങൾ ഇവിടെ ഒരു പാസ്റ്ററായിട്ട് ആയിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്കും നിങ്ങളുടെ സ്വന്തം കെട്ടിടത്തിലേക്കും പോകുവാൻ വകയാണ്. Do you know that Europe was very poor? നിങ്ങൾക്കറിയാമോ, യൂറോപ്പ് വളരെ ദരിദ്രമായ ഒരു സ്ഥലമായിരുന്നു. What brought prosperity in Europe? എന്താണ് യൂറോപ്പിൽ സമൃദ്ധിയെ കൊണ്ടുവന്നത്? It's the revivals. അത് ഉണർവുകളാണ്. What brought prosperity in US? It's the revivals. എന്താണ് സമൃദ്ധി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്? അത് ഉണർവുകളാണ്. Out of revival came the industrial revolution and the believers went out and started companies and they became industries and they started to feed millions of people. ഉണർവുകളിൽ നിന്നാണ് വ്യാവസായിക വിപ്ലവം പോലെയുള്ള അനുഭവങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ ആളുകൾ ചെന്ന് ദരിദ്രർക്ക് ജോലി നൽകുകയും ഭക്ഷണം നൽകുകയും അങ്ങനെയാണ് ആ സമൂഹം വളർച്ചയിലേക്ക് പോയത്. You know, our church, we don't have FCRA. ഞങ്ങളുടെ സഭയ്ക്ക് FCRA ഇല്ല. I told the Lord when He called me for ministry, I said, I have a deal with you. If I have to do ministry, there's a deal. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ വേല ചെയ്യണമെങ്കിൽ ഞാനും അങ്ങും തമ്മിൽ ഒരു ഡീൽ, ഒരു ധാരണ ഉണ്ട്. I said, if you want to build this ministry, you will have to bless my people. I will never look at a man and not even $1 will come to this church. You will build one of the biggest church with Indian believers, with Indian people sowing in the church. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ സഭ അങ്ങേക്ക് പണിയണമെങ്കിൽ അങ്ങന്റെ ജനത്തെ അനുഗ്രഹിക്കണം. അവരുടെ സമൃദ്ധിയിൽ നിന്ന് വേണം ഈ സഭ പണിയുവാൻ. ഒരു ചില്ലറ ഡോളർ പോലും വിദേശത്ത് നിന്ന് വാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. The Lord is restoring Psalm 23. ദൈവം ആമേൻ സങ്കീർത്തനം 23 പുനഃസ്ഥാപിക്കുകയാണ്. He is changing it from the American is my shepherd to the Lord is my shepherd and I shall not lack. അമേരിക്കക്കാരാണ് എന്റെ ഇടയൻ എന്നതിൽ നിന്ന് യഹോവ എന്റെ ഇടയൻ എന്നതിലേക്ക് ദൈവം തന്റെ സഭയെ പുനഃസ്ഥാപിക്കുകയാണ്. The Lord God Almighty is your shepherd and you shall not lack. സർവശക്തനാകുന്ന ദൈവമാകുന്നു നിങ്ങളുടെ ഇടയൻ, നിങ്ങൾ ഒന്നിലും കുറഞ്ഞു പോകയില്ല. A great prosperity is coming to you in Jesus' name. ഒരു മഹത്തായ സമൃദ്ധി
യേശുവിന്റെ നാമത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. I declare in the name of Jesus that India is going to become the greatest sending nation in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട അയക്കുന്ന രാജ്യമായി മാറാൻ പോകുകയാണ്. Amen. God is taking He's taking you to a place where you will not only build houses for yourself, you're going to gift houses to others. ദൈവം നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഭവനം പണിയുകയല്ല, നിങ്ങൾ ഭവനങ്ങൾ പണിത് അത് ഗിഫ്റ്റായി ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക ക്രമത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു. Gold will always follow the glory. The Bible says they came out with gold and silver and there was none feeble among them. അവർ സ്വർണവും വെള്ളിയുമായി പുറപ്പെട്ടു വന്നു, അവരിൽ യാതൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. But we don't serve money. പക്ഷെ നാം പണത്തെയല്ല സേവിക്കുന്നത്. Money is the least in the kingdom. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയ സംഗതിയാണ് പണം. When you serve God, money will be like dust under your feet. നിങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോൾ നിങ്ങളുടെ കാൽ കീഴിലെ പൊടി പോലെ ആയിരിക്കും പണം നിങ്ങളുടെ ജീവിതത്തിൽ. In the book of Job it says, my people, gold shall be like dust under their feet. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, എന്റെ ജനത്തിന് സ്വർണം എന്ന് പറയുന്നത് അവരുടെ കാൽ കീഴിൽ പൊടി കണക്കെ ആയിരിക്കും. One morning as I was preparing the word, ഈ പ്രഭാതത്തിൽ ഞാൻ വചനവുമായി തയ്യാറെടുക്കുമ്പോൾ the Lord said, my glorious church is rising. കർത്താവിനോട് പറഞ്ഞു, എന്റെ മഹത്വ പൂർണ്ണമാകുന്ന സഭ എഴുന്നേൽക്കുകയാണ്. And he said a sign of that church would be that there would be no more sick people in my church. ആ സഭയുടെ അടയാളം എന്ന് പറയുന്നത് ആ സഭയിൽ യാതൊരു രോഗിയും ഉണ്ടായിരിക്കുകയില്ല. The Lord is taking his church from healing to divine health. ദൈവം തന്റെ സഭയെ സൗഖ്യത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് പ്രകൃത്യാതീത ആരോഗ്യത്തിന്റെ മണ്ഡലത്തിലേക്ക് ഉയർത്തുവാൻ പോകുകയാണ്. Nothing rots in the glory. ദൈവ മഹത്വത്തിൽ ഒന്നും പുഴുവഴിച്ചു പോകുന്നില്ല. The manna that used to rot outside, മന്ന പുറത്താണ് പുഴുവരിച്ചു പോയിക്കൊണ്ടിരുന്നത്. inside the ark, പെട്ടകത്തിനകത്ത് it's fresh. അത് എപ്പോഴും ഫ്രഷ് ആയി തന്നെ. When you live in the glory, no cancers can touch you, no sicknesses can touch you, no viruses can touch you, no pandemic can touch you. He's gonna keep you in this world free from corruption. നിങ്ങൾ മഹത്വത്തിൽ ജീവിക്കുമ്പോൾ ക്യാൻസറുകൾക്കോ വൈറസുകൾക്കോ ബാക്ടീരിയകൾക്കോ മഹാമാരികൾക്കോ നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. And Lord said, as a sign that I'm talking to you, നിന്നോട് ഞാൻ സംസാരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം എന്ന നിലയിൽ കർത്താവിനോട് സംസാരിച്ചു. I'm telling you, I have come here with a specific impartation. ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു പ്രത്യേക പകർച്ചയോട് കൂടെയാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. Wherever we are going, we went to a church in Norway that was dying. ഞങ്ങൾ നോർവേയിലുള്ള ഏതാണ്ട് നശിച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിലേക്ക് പോകുവാനിടയായി. The pastor said, I don't want to lose my building. We are going to lose our building. പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്റെ കെട്ടിടം ഞങ്ങൾക്ക് നഷ്ടമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ കെട്ടിടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയോട് അടുത്തിരിക്കുകയാണ്. We did a meeting. ഞങ്ങളൊരു യോഗം ഇവിടെ നടത്തി. They said, come back after 2 months. അവർ ഞങ്ങളോട് പറഞ്ഞു, 2 മാസത്തിന് ശേഷം വീണ്ടും മടങ്ങി വരിക. When they വീണ്ടും ചെന്നു. They said, come back after 2 months. അതിനുശേഷം അവർ പറഞ്ഞു, 2 മാസത്തിന് ശേഷം വീണ്ടും മടങ്ങി വരിക. When they are 4 times in a year. ഒരു വർഷത്തിൽ 4 തവണ ഞങ്ങൾ അവിടെ പോയി. And now the church is exploding. They are starting branches. ഇപ്പോൾ ആ സഭ വളരെ വലിയ വളർച്ചയുടെ പാതയിലാണ്. അവർ ഇപ്പോൾ ബ്രാഞ്ച് സഭകൾ തുടങ്ങുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. A great growth is coming to your ministry in the name of Jesus. ഒരു വലിയ വളർച്ച നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വരികയാണ്. I said great growth is coming to your ministry in the name of Jesus. ഞാൻ പറയുന്നു, ഒരു വലിയ വളർച്ച നിങ്ങളുടെ സഭയുടെ മേൽ കടന്നു വരുന്നു. Thank you, Lord Jesus. Thank you, Father. Hallelujah. Ribragadana masekorolo brola. Zambra hadana gadala bragada. Regadala bragadana. Father, I release the impartation of prosperity and growth, oh God. Zambra hadagara bragadana. Lay sokoro brogada. Lay sabragadana. Rigadana mra. Ragadala bragadana masekoro bro. Ribragadana
Father, every pastor, I declare, every pastor in this church, their church will explode with numbers. Father, in Jesus' name, every ministry, ministry of supernatural signs and wonders and miracles, ministry of supernatural, just receive it, receive it, wherever you are, in Jesus' name, thank you, Father, hallelujah. Ragabara hasakata, le rabra hasakata, ragadara bragadara braga, le sabla hadara bragadara, ragadana, le sakalabra, rabragadana, ribraga, le bragadana, sendana. If there is any person here and you have a dead organ in your body, the Lord is recreating a brand new organ. ഇവിടെ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആമേൻ ഇല്ലാതെ പോയ ചത്തുപോയ ഒരു അവയവം ഉണ്ടെങ്കിൽ ദൈവം അതിനെ പുനഃസൃഷ്ടിക്കുകയാണ്. If there is anyone, your family member has cancer or you have cancer, that cancer is dying now in Jesus' name. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമോ ക്യാൻസറാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ആ ക്യാൻസർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നശിക്കുകയാണ്, ചത്തുപോകുകയാണ്. The Lord told me that there would be a sign. കർത്താവിനോട് പറഞ്ഞു ഒരു അടയാളം ഞാൻ വെക്കും. He said, I'm going to put money into people's accounts supernaturally. ഞാൻ വ്യക്തികളുടെ അക്കൗണ്ടുകളിൽ പ്രകൃത്യാതീതമായി പണം നിക്ഷേപിക്കുന്നത് പോലെയുള്ള അടയാളങ്ങളെ വെക്കാൻ പോകുകയാണ്. Next Sunday I went to church. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എന്റെ സഭയിലേക്ക് കടന്നുപോയി. And I declared it. ഞാനത് പ്രഖ്യാപിച്ചു. We started to get messages from Tuesday, Wednesday, Thursday, Friday, Saturday, Sunday. God began to supernaturally put money into people's account. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തുടർമാനമായ സന്ദേശങ്ങൾ വരികയാണ്. പലരുടെയും അക്കൗണ്ടിൽ സൂപ്പർ നാച്ചുറലായി പണങ്ങൾ നിക്ഷേപിക്കപ്പെടുകയാണ്. I was here in Bangalore. We were doing a pastors conference. ഞങ്ങൾ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തുകയായിരുന്നു. And pastor was saying we are really struggling with finances. ആ പാസ്റ്റർ എന്നോട് പറയുകയായിരുന്നു ഞങ്ങൾ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുകയാണ്. And I told them as a sign that let God be your sponsor. I'm going to pray and he's going to put money into your account. There were only 15 pastors, not a big congregation, 15 pastors. ഈ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഏതാണ്ട് 15ഓളം പാസ്റ്റർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമാണ് നിങ്ങളുടെ സ്പോൺസർ എന്നതിന് അടയാളമായി ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ സൂപ്പർ നാച്ചുറലായി നിങ്ങളുടെ അക്കൗണ്ടിൽ ദൈവം പണം നിക്ഷേപിക്കാൻ പോകുകയാണ്. If Jesus as a son can command the fish to come with a gold coin in its mouth, you as a son can command finances. യേശു ഒരു പുത്രനായി നിന്നുകൊണ്ട് അവൻ ദ്രഹ്മപ്പണമുള്ള അവൻ മത്സ്യത്തോട് വരുവാൻ അവന് കൽപ്പിക്കാമെങ്കിൽ ഒരു പുത്രൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കൽപ്പിക്കുവാൻ കഴിയും. As a son of God, you don't beg and look at a man's face. You command finances to come in Jesus' ഒരു name. പുത്രൻ എന്ന നിലയിൽ നിങ്ങൾ യാചിക്കുകയും ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് കൽപ്പിക്കുക. Say after me, I will never look to a man's face to run my ministry. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരു മനുഷ്യന്റെയും മുഖത്തേക്ക് എന്റെ ശുശ്രൂഷകൾക്കായി I will never look at a foreign country to run my ministry. ഞാൻ ഒരു ഫോറിൻ സംഘടനയോ വ്യക്തിയെയോ എന്റെ മിനിസ്ട്രി റൺ ചെയ്യുന്നതിനായി നോക്കുകയില്ല. The Lord of heaven and earth is my sponsor. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമാകുന്നു എന്റെ സ്പോൺസർ. The Lord of heaven and earth is the sponsor of my ministry. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥനാകുന്ന ദൈവമാണ് എന്റെ ശുശ്രൂഷയുടെ സ്പോൺസർ. Are you ready? I am releasing an impartation of prosperity. ഞാൻ സമൃദ്ധിയുടെ ഒരു പകർച്ച ഇപ്പോൾ നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ്. Father, in the name of Jesus, പിതാവേ യേശുവിൻ നാമത്തിൽ I command finances to come to them in Jesus' name. സമ്പത്തുകൾ വരുവാൻ ഇപ്പോൾ കൽപ്പിക്കുന്നു. Money, പണമേ, money, പണമേ, I command you, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. come in Jesus' name. യേശുവിൻ നാമത്തിൽ വരിക. I will not serve you. Come ഞാൻ on. നിന്നെ സേവിക്കയില്ല. Say this, money, I will not serve you. പണമേ, ഞാൻ നിന്നെ സേവിക്കയില്ല. You will serve my Jesus. നീ എന്നെ യേശുവിനെ സേവിക്കൂ. You will serve my നീ Jesus. എന്നെ യേശുവിനെ സേവിക്കൂ. Money, you are under my feet. പണമേ, നീ എന്റെ കാൽ കീഴിലാകുന്നു. I release the impartation of wealth and finances in Jesus' name. ഇപ്പോൾ സമൃദ്ധിയുടെയും
Your days of lack are over. നിങ്ങളുടെ ഞെരുക്കത്തിന്റെയും ഇല്ലായ്മയുടെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. I said your days of lack are over. നിങ്ങളുടെ ഇല്ലായ്മയുടെ ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. You are stepping from poverty to abundance in Jesus' name. ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ചുവടുവെക്കുകയാണ്. Amen. Amen. Not only you will not look for sponsor. നിങ്ങൾ സ്പോൺസർമാരെ നോക്കുകയില്ല എന്ന് മാത്രമല്ല, Tell the Lord, I will be some other ministry sponsor. കർത്താവിനോട് പറഞ്ഞാട്ടെ, ഞാൻ മറ്റു ചില ശുശ്രൂഷകളുടെ സ്പോൺസറായി തീരാൻ Say, പോകുന്നു. I will sponsor churches. ഞാൻ സഭകളെ സ്പോൺസർ I will sponsor Bible colleges. ഞാൻ ബൈബിൾ കോളേജുകൾ I will sponsor harvest. ഞാൻ ദൈവത്തിന്റെ കൊയ്ത്തിനെ സ്പോൺസർ Say, Lord, as you put money into my hands, കർത്താവേ, അങ്ങ് എന്റെ കൈകളിൽ പണം നൽകുമ്പോൾ I will send the money to serve you. ഞാൻ ആ പണത്തെ അങ്ങയെ സേവിക്കുവാനായി അയക്കും എന്ന് പറഞ്ഞാട്ടെ. Money is just a tool. ആമേൻ. പണം കേവലം ഒരു ഉപകരണം മാത്രമാണ്. For a moment, just lift up your hands. Just pray in the spirit for 2 minutes. There is a mantle of creative miracles, body organs growing, coming in Jesus' name. ഇപ്പോൾ ഇവിടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ശരീര അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ ഇവിടെ നടക്കുകയാണ്. Ashish, the mantle is coming on you in Jesus' name. Take it in Jesus' name. Fire in Jesus' name. Fire in Jesus' name. The mantle of miracles and signs and wonders. Receive. Take it in Jesus' name. Take it in Jesus' name. Take it in Jesus' name. Oh, the glory is in this place. The glory is in this place. The glory is in this place. Say, Lord, I've got it. Lord, I've got it. Lord, I've received it. Hallelujah. Hallelujah. Amen. 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 കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദയവായി നിങ്ങൾ സ്വസ്ഥാനങ്ങളിലേക്ക് പോയി ചില മിനിറ്റുകൾ ഇരുന്നാട്ടെ. അത്ഭുതമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ. Fill the nation and go to the nation through the power of the Holy Spirit. Jakala Rabba, Shantala Rabba, Ori Ashiaka Talaba, Shantala Rabba, Armama Makialo, Gianta Lebe, Giata, Giana Riaka.